ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടൺ ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള കാര്യമാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറന്നു പോകുന്ന 2-3 കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഈ ഫുഡ് എനിക്ക് ഇതിനൊപ്പം ഉഷയുടെ വണ്ടർ സ്റ്റിച്ച് പ്ലസിനൊപ്പം തന്നെ കിട്ടിയതാണ് കേട്ടോ. ഈ ഫുഡിലെന്ന് പറഞ്ഞാൽ ആ സ്റ്റീൽ ഭാഗം നമ്മളവിടെ കണക്ട് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വലിയ ബട്ടണും ചെറിയ ബട്ടണൊക്കെ വെച്ച് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബട്ടണാണുള്ളത്, ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതവിടെ ലോക്കാവും. അങ്ങനെ ലോക്കാവുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ടൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഹോൾ വലുതായി കിട്ടും. അപ്പോൾ ബട്ടൺ അവിടെ സെറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് നമുക്ക് മിഷ്യത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ മിഷ്യത്തിലേക്ക് ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് വെച്ച് കൊടുക്കാണ്ട്. ഈ ഒരു ടൂൾ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്. നമുക്ക് ബട്ടൺ ഹോൾ ഓരോ ഫൂട്ടിൻ്റെ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സ്ക്രൂ ഒക്കെ ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണത്. അപ്പോൾ അതേ ഞാൻ ആ ഒരു സ്ഥലത്ത് ബട്ടൺ ഹോളിൻ്റെ ഇത് വെച്ചു. ഇതിങ്ങനെ ലൂസായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ലൂസായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് മിഷ്യത്തിലുള്ള സെറ്റിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ടെൻഷൻ 4-ൽ തന്നെയാണ്, നോർമൽ ടെൻഷൻ 4-ലാണ് കേട്ടോ കൊടുക്കുന്നത്. സെലക്ടറിൽ ഫൂട്ടിൻ്റെ അതായത് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ ആ ഒരു സെലക്ടറും ലെങ്ത്ത് 0-നും ഡാഷിനും ഇടയിലും വിഡ്ത്ത് 5-ലും ആയിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബട്ടൺ ഹോളിൻ്റെ ഒരു ലിവറുണ്ട്. ഇത് സാധാരണ നമ്മൾ സൂചി അതായത് നൂല് കോർക്കുന്ന ലിവറാണ്. ഇതാണ് ബട്ടൺ ഹോളിൻ്റെ ലിവർ. ഇത് നമ്മൾ താഴ്ത്തി കൊടുക്കണം. ഇത് താഴ്ത്തി കൊടുക്കാൻ ചിലവർ മറന്നു പോകും. ഞാൻ ഇടയ്ക്ക് മറന്നു പോകാറുണ്ട്. അപ്പോൾ ബട്ടൺ ഹോൾ ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇത് നമ്മൾ താഴ്ത്തി കൊടുക്കണം. ഇത് അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് എളുപ്പമാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് മറന്നു പോകാത്ത ഒരു സ്റ്റെപ്പാണ്. മറന്നു പോകരുത് ഇത് വെക്കാൻ. ഇത് വെച്ച് മറന്ന് ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് കറക്റ്റായിട്ട് ആ ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആ ഒരു ലിവർ അവിടെ തന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു ഇതും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം മുന്നിലേക്ക് കയറും ക്ലോത്ത്, അതായത് ക്ലോത്ത് മുന്നിലേക്ക് കയറും. സ്റ്റിച്ച് ആദ്യം മുന്നിലേക്കാണ് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫില്ലായിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നമ്മൾ ഒത്തിരി വലിക്കാനൊന്നും പാടില്ല. ഒരു നോർമൽ ഇതിൽ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. അല്ലെന്നാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ അറിയാൻ പറ്റും, 6 സ്റ്റിച്ച് പോലെയാണ് വരുന്നത്. ഇത് നമ്മൾ നോർമൽ ബട്ടൺ ഹോളിൻ്റെ ഇതിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും 6 പോലെയുള്ള ഒരു സ്റ്റിച്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഈ ചുളുങ്ങി വരുന്നത് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഒത്തിരി വലിച്ചൊന്നും കൊടുക്കരുത്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വലിക്കണതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ അത് കാണാൻ പറ്റിയത് എടുക്കുമ്പോൾ. അത് കറക്റ്റ് ഫിനിഷായിട്ട് അത് തിരിച്ച് ഇറങ്ങി വരികയാണ്. മേളിൽ കുറച്ചൊന്ന് ഇതായിട്ട് വന്നു. അത് ഞാൻ ഒന്ന് വലിച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വലിക്കരുത്, നോർമലായിട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ അത് പുറകിലേക്ക് വരും. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഓരോ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. റീസെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിൻറ്റും കൂടെ മറക്കാതിരിക്കും. ഇപ്പോൾ ഞാനൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാനൊന്ന് വലിക്കണമൊന്നുമില്ല, കറക്റ്റായിട്ട് അത് അതിൻ്റേതായ രീതിയിൽ പൊക്കോട്ടേന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുണി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ, വലിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ കണ്ട നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബട്ടൺ ഹോള് സ്റ്റിച്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ വേറൊരു ടൂളും കൂടെ വരുന്നുണ്ട്. ഞാനപ്പോൾ അത് കട്ട് ചെയ്യുന്നത് കാണിക്കാനായിട്ട് മറന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആ ഹോള് നമുക്കവിടെ ഫില്ലായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഒന്നും കൂടെ മടക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ റീസെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നീഡിൽ അനങ്ങുന്ന കാണാൻ പറ്റും. ഒന്നും കൂടെ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം അത് മുന്നിലേക്ക് കയറും, പിന്നെ അത് പിന്നിലേക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ തുണിയൊക്കെ ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നോർമലി വന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.